നമുക്കിന്ന് മുളയുടെ ഉള്ളിലിട്ട് കപ്പയും ചിക്കനും കൂടി ചുട്ടെടുക്കുക. അതിനുവേണ്ടി കാട്ടിപ്പോയി മുള വെട്ടിക്കൊണ്ട് വന്നു. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് തോട്ടിക്കൊണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കപ്പയും കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കറി വെക്കാനുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മളിന്ന് ചിക്കൻ കറി വെക്കുന്ന മസാലപ്പൊടി നമ്മൾ തന്നെ ആട്ടോ പൊടിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മല്ലിമുളക് പിന്നെ മസാലക്കൂട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് വീഡിയോ ആയതുകൊണ്ട് ചിക്കൻ കറി വെക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ മുളക് കുറ്റി ഒരു കമ്പടിച്ച് അതിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കുറ്റി അടിച്ചിട്ട്. പിന്നെ നമ്മളിതിൽ ആദ്യം സർവ്വസുഗന്ധിയുടെ ഇലയിട്ടിട്ടുണ്ട്. പിന്നെ കപ്പയിട്ടു. പിന്നെ ചിക്കൻ കറി കുറച്ച് ചാറ് കൂട്ടിയായിട്ട് വെച്ചിരിക്കുന്നത് കപ്പ വേവാനായിട്ട്. പിന്നെ ഒരു വാഴയില വെച്ച് പൊതിഞ്ഞ് കമ്പി വെച്ച് കെട്ടി വെച്ചു. 2 സൈഡിലും തീയിട്ട് നന്നായിട്ട് കത്തിച്ചു കേട്ടോ. എന്നാലേ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് കപ്പ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ കറിയിൽ നല്ലൊരു മണമാണ് കേട്ടോ. ഈ സർവ്വസുഗന്ധിയുടെ ഇലയുടെ ഒരു മണമുണ്ട്. അടഞ്ഞിരിക്കും കൂടെ ചെയ്തുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.